നീന്തൽക്കുളത്തിലേക്ക് ചാടിയിറങ്ങിയ കേരളത്തിന്റെ കുട്ടികൾ ആദ്യ ദിനം മെഡലുകൾ വാരിക്കൂട്ടി. 2 സ്വർണം, 1 വെള്ളി, 2 വെങ്കലം. ആദ്യ ദിനം നടന്ന 6 ഫൈനലുകളിൽ 5ലും കേരളം മികവ് തെളിയിച്ചു എന്നർത്ഥം. 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ വെള്ളി നേട്ടത്തോടെ സാജൻ പ്രകാശാണ് മെഡൽ വേട്ട തുടങ്ങിയത്. ഗെയിംസിലെ ആദ്യ മെഡൽ നേട്ടവുമായി ഇത്. തുടർന്ന് സാജൻ തന്നെ 100 മീറ്റർ ബട്ടർഫ്ലൈയിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി. ഇതേ ഇനത്തിൽ വനിതാ വിഭാഗത്തിൽ പൂജ ആർ ആൽവ കേരളത്തിനായി വെങ്കലവും നൽകി. 4x100 മീറ്റർ റിലേയിൽ പുരുഷ വിഭാഗത്തിൽ കേരളത്തിന്റെ ചുണക്കുട്ടന്മാർ സ്വർണം നേടിയതോടെ നീന്തലിനത്തിൽ ആദ്യ ദിനം തന്നെ മെഡൽ വേട്ടയിൽ കേരളം ഒന്നാമതായി. ഇതേ ഇനത്തിൽ വനിതാ വിഭാഗം കേരളത്തിന് വെങ്കലവും സമ്മാനിച്ചു. മെഡൽ വേട്ട തുടരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരളത്തിന്റെ സുവർണ താരം സാജൻ പ്രകാശ് പറഞ്ഞു. ഇപ്പോൾ 200 ടഫായിട്ടുണ്ടായിരുന്നു, 100 എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഇവൻ്റ് ആയിരുന്നു, ഞാൻ ഫസ്റ്റ് പിടിക്കുന്നത് ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഇനി 6 ഇവൻ്റ് മത്സരിക്കാം, മെയിൻ ഇവൻറ്റ്സ്. 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ മധ്യപ്രദേശിന്റെ ആരോൺ ഡിസൂസയ്ക്കാണ് സ്വർണം. വനിതാ വിഭാഗത്തിൽ ഹരിയാനയുടെ ശിവാനി ഖട്ടാരിയയും സ്വർണം നേടി. 100 മീറ്റർ ബട്ടർഫ്ലൈയിൽ റിച്ച മിശ്ര മധ്യപ്രദേശിനായി സ്വർണം നേടി. മധ്യപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര, കർണാടക എന്നിവരാണ് കേരളത്തോടൊപ്പം മെഡൽ പട്ടികയിലുള്ളത്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിന് നീന്തൽക്കുളത്തിൽ നിന്ന് ഒറ്റ മെഡലുകൾ പോലും ലഭിച്ചിരുന്നില്ല. മികച്ച നേട്ടമാണ് നീന്തൽക്കുളത്തിൽ നിന്നും കേരളത്തിനുണ്ടായത്. വരും ദിവസങ്ങളിലും ഇത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷ ടീം അംഗങ്ങൾ പങ്കുവെക്കുന്നു. ക്യാമറമാൻ ഷിജു എം നായർക്കൊപ്പം ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.